നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 20. അങ്ങനെ ഈ മാസം 10-ാം തീയതിക്ക് ശേഷം അഥവാ 7 ട്രേഡിംഗ് സെഷനുകൾ ഉണ്ടായ നഷ്ടത്തിന് ശേഷം ഇന്ന് ഇന്ത്യൻ വിപണിക്ക് ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് എണ്ണയുടെ വിലയിൽ ഉയർച്ച അനുഭവപ്പെട്ടെങ്കിൽ കൂടിയിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. മാത്രമല്ല ഇന്ന് നിഫ്റ്റിക്ക് 24,200 എന്ന ലെവൽ തിരിച്ചുപിടിക്കുവാനായതിനെ തുടർന്ന് അതിന്റെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100-ഡേ EMA തിരിച്ചുപിടിക്കുവാനുമായി 2 ട്രേഡിംഗ് സെഷനുകളിൽ ഈ ലെവലിന് താഴെയായിട്ട് നിഫ്റ്റിക്ക് ക്ലോസിംഗ് രേഖപ്പെടുത്തേണ്ടി വന്നെങ്കിൽ കൂടിയിട്ടും തുടർന്ന് 153 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി നിഫ്റ്റിക്ക് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായപ്പോൾ സെൻസെക്സിന് എക്സ്പയറിയുമായിരുന്നു 628 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 77,500 എന്ന ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി എക്സ്പയറിയിലും സെൻസെക്സിന് 77,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് തൊട്ടു മുകളിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനുമായിരുന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 256 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 0.68%, മിഡ് ക്യാപ്പിന് 0.41% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 1869 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും അതേസമയം ആകെ 1211 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ജേണൽ, ശ്രീരാം ഫൈനാൻസ്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ITC, ബജാജ് ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50-ലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ ഹിൻഡാൽകോ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50-ലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക മേഖലകൾക്കും തന്നെ ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ക്യാപിറ്റൽ ഗൂഡ്സ്, കെമിക്കൽസ്, ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, ഇൻഡസ്ട്രിയൽ ഗ്യാസസ് ആൻഡ് ഫ്യൂവൽസ്, ഷിപ്പ് ബിൽഡിംഗ്, ഫുഡ്വെയർ, പേപ്പർ തുടങ്ങിയ മേഖലകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. അതേസമയം ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ മേഖലകൾക്കും തന്നെ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളുടെ ഇടിവിന് ശേഷം ഇന്നലെയും ഇന്നുമായിട്ട് തുടർച്ചയായി 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി IT നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുന്ന കാഴ്ചകളുമാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് US ഡോളറിനെതിരെ ഒരു ഘട്ടത്തിൽ 17 പൈസയുടെ നേട്ടം കൈവരിക്കുവാനായെങ്കിലും പിന്നീട് എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ കുതിപ്പിന്റെ ഫലമായിട്ട് ഇന്നത്തെ നേട്ടങ്ങളൊക്കെ ചോർന്നു പോയിക്കൊണ്ട് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി 95.73 എന്ന നിലയിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഇൻഡോ ബോറക്സ് ആൻഡ് കെമിക്കൽസ് 64.26% വരുന്ന സ്റ്റേക്ക് കൊർണോക്സ് ലാബിൽ വാങ്ങുമെന്നുള്ള വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് സ്റ്റോക്കിൽ ഇന്ന് 20% അപ്പർ സർക്യൂട്ടും അനുഭവപ്പെട്ടു. മോട്ടിലാൽ ഒസ്വാള് ആദിത്യ ഇൻഫോടെക്കിന്റെ സ്റ്റോക്കിന് കവറേജ് നൽകിയതിനെ തുടർന്ന് സ്റ്റോക്കിൽ ഇന്ന് 5% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുവാനും ഇടയാക്കി. ഇന്ത്യൻ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു IPO ആണ് NSEയുടേത്. എന്നാൽ ഇന്ന് വന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് തങ്ങളുടെ ഓഹരി എതിരാളിയായ BSEയിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം സ്വന്തം പ്ലാറ്റ്ഫോമിലും വ്യാപാരം അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ട്സിനെ തുടർന്ന് ഇന്ന് BSEയുടെ സ്റ്റോക്ക് പ്രൈസിൽ 3.5% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുവാനും ഇടയാക്കി. ഇന്ന് പുറത്തുവിട്ട ഡാറ്റകൾ പ്രകാരം ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ മ്യൂച്വൽ ഫണ്ട് അസറ്റ് അവസാന 5 വർഷത്തില് ഏകദേശം 143% വളർച്ച കൈവരിച്ചപ്പോൾ പാസീവ് അസറ്റ്സില് 324%, ഇക്വിറ്റിയില് 224% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച തുടർന്ന് തിങ്കൾ, ചൊവ്വ ട്രേഡിംഗ് സെഷനുകളിൽ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിൽ US മാർക്കറ്റുകൾക്ക് ഇടിവായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത്. എന്നാൽ ഇന്നലെ US മാർക്കറ്റുകൾക്ക് ശക്തമായിട്ടല്ലെങ്കിലും 4% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും പ്രകടമാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് ഒഴികെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിലും ശക്തമായ പോസിറ്റിവിറ്റി തന്നെയാണ് അനുഭവപ്പെട്ടതും. അതിനാൽ തന്നെ ഇന്ന് ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായിട്ട് മാറിയതും US മാർക്കറ്റുകളെ ഇന്നലെ നേട്ടത്തിലേക്ക് തിരിയുവാൻ ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തിങ്കൾ, ചൊവ്വ ട്രേഡിംഗ് സെഷനുകളിൽ USലെ ബോണ്ട് ഈൽഡുകൾ റൈസ് ചെയ്തിരുന്നെങ്കിൽ അതിനെ കൂൾ ഓഫ് ചെയ്യുവാനായിട്ട്
US ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ബോണ്ടുകളുടെ ബൈബാക്ക് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടിക്രമമായിരുന്നു നടത്തിയിരുന്നതും ഇന്നലെ. ഇതിനെ തുടർന്നായിരുന്നു ഇന്നലെ US മാർക്കറ്റുകൾക്ക് നേട്ടത്തിലേക്ക് തിരിയുവാനായതും. ഫെഡിന്റെ ഭാഗത്ത് നിന്നും ഹോക്കിഷായിട്ടുള്ള പുഷ് FOMC മിനിറ്റ്സിന്റെ റിലീസായിട്ട് ബന്ധപ്പെട്ട് വന്നെങ്കിൽ കൂടിയിട്ടും തുടർന്ന് US മാർക്കറ്റിലെ ബോണ്ട് ഈൽഡുകളിലുണ്ടായ ഇടിവും തുടർച്ചയായി ഇന്നലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ തുടർന്ന ബൈയിങ്ങും അവസാന ഘട്ടത്തിൽ നേട്ടങ്ങളൊക്കെ ചോർന്നു പോയെങ്കിലും ഒരു ഘട്ടത്തിൽ 17 പൈസയോളം നേട്ടം ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ കൈവരിക്കുവാൻ സാധിച്ചതും മാത്രമല്ല ഇന്നും ഇന്ത്യ വിക്സിൽ ശക്തമായ ഇടിവാണ് അനുഭവപ്പെട്ടത്. 5.04% ഇടിവോടുകൂടി വെസ്റ്റേഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായിട്ട് 11 എന്ന ലെവലിന് താഴെയായിട്ട് ഇന്ത്യ വിക്സിന് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി ഇന്ത്യ വിക്സ് നിലവിൽ അൾട്രാ ലോ ആയിട്ട് തന്നെയാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നതും. തുടർച്ചയായി അവസാന 7 ട്രേഡിംഗ് സെഷനുകളിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോഴും 5 ട്രേഡിംഗ് സെഷനുകളിലും ഇന്ത്യ വിക്സിന് കൂൾ ഓഫ് ആകുവാൻ സാധിച്ചിരുന്നു. ആയതിനാൽ തന്നെ ഇന്നും ഇന്ത്യ വിക്സിന് തുടരുവാനായ ഇടിവും കൂടാതെ ഇന്ന് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ IT മേഖലയിൽ അനുഭവപ്പെട്ട ശക്തമായ ബൈയിങ്ങും ഇതിനെല്ലാം പുറമെ ഇന്ന് പല സെക്ടേഴ്സിലും സ്റ്റോക്കുകളിലും വാല്യൂ ബൈയിങ്ങും പ്രകടമായിരുന്നു. എസ്പെഷ്യലി ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ US ബോണ്ട് ഈൽഡുകളുടെ ഇടിവിനെ തുടർന്ന് വീണ്ടും 2 മാസങ്ങൾക്ക് ശേഷം സ്വർണത്തിന് 2 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുവാനുമായിരുന്നു പ്രീ മാർക്കറ്റ്സിൽ നമ്മൾ കണ്ടിരുന്നു. ഏകദേശം ഗോൾഡിന്റെ വില 4500 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടക്കുന്നത്. ഇതിനെ തുടർന്ന് ഇന്ന് ഗോൾഡ് ഫൈനാൻസിംഗ് സ്റ്റോക്കുകളായ മണപ്പുറം ഫൈനാൻസ്, മുത്തൂറ്റ് ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിലും മാത്രമല്ല ഈ മേഖലയ്ക്കും ഇന്ന് ശക്തമായ നേട്ടം കൈവരിക്കുവാനായതും ഇന്ത്യൻ മാർക്കറ്റിന്റെ നേട്ടത്തിനെ ത്വരിതപ്പെടുത്തുവാനും ഇടയാക്കി. ഇതിനെല്ലാം പുറമെ ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കാണുകയുണ്ടായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാനുമായിട്ട് ആവശ്യമുള്ള സമയത്ത് ഒരു ചർച്ചകൾക്കുള്ള സൂചനകൾ അദ്ദേഹം നൽകിയെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും യൂട്ടേൺ എടുക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. കാരണം ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ ഇറാനെതിരെ ട്രംപ് വാക്പ്രയോഗങ്ങൾ കടുപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ വരുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഇന്ന് വീണ്ടും എണ്ണയുടെ വില പിന്നീട് കുതിച്ചുയരുവാനും ഇടയാക്കി. അതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിന് കൈവരിക്കുവാൻ സാധിച്ച നേട്ടം നാളെ തുടരുവാനോ അല്ലെങ്കിൽ നിലനിർത്തുവാനോ ആകുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 80 പോയിന്റുകളുടെ ഇടിവിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. 3 യൂറോപ്യൻ മാർക്കറ്റ്സും നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. UK മാർക്കറ്റിന് 0.5%, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് 0.5%-അടുത്തും നഷ്ടത്തോടുകൂടി തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്ന് സിംഗപ്പൂർ മാർക്കറ്റിന് മാത്രമേ 0.5%-അടുത്ത് നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. എണ്ണയുടെ വില ഇന്ന് കുതിച്ചു കയറിയിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 2.5%-അടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.5%-ലേറെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $93.85 ക്രൂഡ് ഓയിലിന്റെ വില $86.63 per ബാരൽ നിലയിലേക്കും എത്തിച്ചേർന്നു. എണ്ണയുടെ വിലയിൽ അനുഭവപ്പെട്ട ഗണ്യമായ ഉയർച്ചയുടെ ഫലമായിട്ട് ഗോൾഡിൽ നേരിയ പ്രോഫിറ്റ് ബുക്കിംഗും പ്രകടമാണ്. ഏകദേശം 0.5%-ലേറെ അഥവാ $27 $4,490.60 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അന്യൂ പ്രോജക്ട്സ് IPO ഈ വരുന്ന ഓഗസ്റ്റ് 25-ന് സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ആകും. ഇന്ന് കമ്പനി പ്രൈസ് ബാൻഡ് അനൗൺസ് ചെയ്തു. 94-നും 99 രൂപയ്ക്കും ഇടയിലായിട്ടാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 151 ഇക്വിറ്റി ഷെയർസ് ആണ് ഒരു ലോട്ടായിട്ടും പരിഗണിക്കുക. ഏർബൻ കമ്പനി ഡോർ ഷിപ്പിംഗ് സേവനങ്ങൾ നൽകുന്ന പ്ലാറ്റ്ഫോമായ ഏർബൻ കമ്പനിയുടെ പശ്ചിമേഷ്യൻ വിഭാഗവുമായിട്ടുള്ള പങ്കാളിത്തം UAE-ലേക്കും സൗദി അറേബ്യയിലേക്കും വ്യാപിപ്പിക്കുന്നതായിട്ട് കമ്പനി ഇന്ന് പ്രഖ്യാപിച്ചു. L&T ദുബായ് എയർപോർട്ടിന്റെ APM സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5000 കോടി രൂപയുടെ മൂല്യമുള്ള കരാർ കമ്പനിക്ക് ലഭിച്ചു. ടെംസൺസ് ഇൻസ്ട്രുമെന്റ്സ് IPO ഇന്ന് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 24-ന് സബ്സ്ക്രിപ്ഷൻ വിൻഡോ ക്ലോസ് ആവുകയും ചെയ്യും. 285 രൂപയ്ക്കും 300 രൂപയ്ക്കും ഇടയിലായിട്ടാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നതും. 50 ഷെയറുകളാണ് ഒരു ലോട്ടായിട്ടും പരിഗണിക്കുക. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ സെപ്റ്റംബർ മുതൽ വാഹനങ്ങളുടെ വില 1% വർദ്ധിപ്പിക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഏകദേശം 1% വർധനവ് കമ്പനി അവയുടെ വാഹനങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നത് വെസ്റ്റേഷൻ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം. IDFC ഫസ്റ്റ് ബാങ്ക് ഗ്ലോബൽ ബോൺസ് വഴി $500 മില്യൺ ബാങ്ക് സമാഹരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മഹീന്ദ്ര ലൈഫ് സ്പേസസ് മുംബൈയിലെ ചെമ്പൂരിലുള്ള ഹൗസിംഗ് സൊസൈറ്റി പുനർവികസനത്തിനായി 142.72 കോടി രൂപയുടെ കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. ആരവി
എൻകോൺ. CNG സ്റ്റേഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് മഹാനഗർ ഗ്യാസിൽ നിന്ന് 30.63 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. MCX 8 രൂപ പെർ ഷെയർ നിലയിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 28 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നതും. കെർനെക്സ് മൈക്രോ സിസ്റ്റംസ് ഇന്ത്യ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് 31.87 കോടി രൂപയുടെ ഓൺബോർഡ് കവചുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കരാർ കമ്പനിക്ക് ലഭിച്ചു. RVNL ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്ന് 161 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏത് ആർമി ക്യാന്റീനുകൾ വഴി ഡിസ്കൗണ്ടോടുകൂടി സ്കൂട്ടറുകൾ വിൽക്കുവാൻ കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള പ്രഖ്യാപനം ഇന്ന് നടത്തി.